പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പലർക്കും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവമായ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 20-ാം അധ്യായം വരെ കടന്നു വരുവാനിടയായി. സത്യത്തിൽ ഇപ്പോൾ വർഷങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങും തീർന്നില്ല. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം ഇനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അത് ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വെളിപ്പാട് 20-ൻ്റെ 1-ാമത്തെ ഹല്ലേലൂയ. വെളിപ്പാട് 20-ൻ്റെ 1. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ച അവിടെയാണ്. 1000 ആണ്ടേക്ക് പിശാചിനെ ചങ്ങലക്കിട്ടു. ഇപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. അവൻ അധികം സമയമില്ലെന്നറിയാവുന്നതുകൊണ്ട് അതിവേഗം അവൻ്റെ പ്രവൃത്തി അവൻ തികച്ചുകൊണ്ടിരിക്കുക. പിശാച് എന്താ പ്രവൃത്തിയാണ് തികച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? നരകത്തിലേക്ക് എത്രയും പേരെ കൊണ്ടുപോകാമോ അത്രയും പേരെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് ആളുകളെ എത്തിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദിനംതോറും വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പിശാചിന് ചെവി കൊടുക്കാനാണ് മനുഷ്യന് സന്തോഷം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. യേശു കർത്താവ് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കണം, അല്ലാതെ ഇടിച്ചു കയറുന്ന പണിയില്ല. വാതിൽ എന്ത് ചെയ്യണം? തുറക്കണം. സ്തോത്രം. എന്നാൽ പിശാചിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയും ആളുകൾക്ക് അവിശ്വാസം കൊണ്ടുവന്നിടണം, അവരെ തെറ്റിക്കണം, അവരുടെ നിത്യത നഷ്ടപ്പെടുത്തണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചായിരുന്നു. പിശാച് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തേജിപ്പിക്കും, ദൈവകൃപയെ തടസ്സപ്പെടുത്തും, ലാഭം നേടാൻ പരീക്ഷിപ്പിക്കും, ദൈവവചനമാകുന്ന വിത്ത് എടുത്തു കളയും, നമ്മളെ പാറ്റിക്കളയാൻ ശ്രമിക്കും. നമ്മുടെ വിശ്വാസത്തെ എന്തു ചെയ്യും? പാറ്റിക്കളയാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസത്തെ നിലനിൽപ്പാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തെ പാറ്റിക്കളയാന്ന് വെച്ചാൽ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ശീമോനെ ശീമോനെ, കോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. നിങ്ങൾ അതിൻ്റെ ആ മർമ്മം ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളെ പാറ്റാൻ അനുവാദം ചോദിച്ചാലോ എവിടെ ചെന്നാണ് നിൽക്കുന്നേ? കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന് ദൈവകൃപയും ദൈവസാന്നിധ്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പത്രോസിനെ പാറ്റാൻ സ്തോത്രം എന്ത് ചെയ്തു? കൽപ്പന ചോദിച്ചു. കർത്താവിനെ പറഞ്ഞേ, അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അപ്പം പൈശാചികമായ ഒരു പോരുണ്ട്. ഇയ്യോബ് അനുഗ്രഹകരമായ കുടുംബജീവിതം നടത്തിക്കൊണ്ടിരുന്നവനാ. അവനും ഭാര്യയും മക്കളും എല്ലാമായിട്ട് ഉള്ള ഇയ്യോബിൻ്റെ കുടുംബജീവിതം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ രീതി പറഞ്ഞാൽ മാസം തോറും ഇയ്യോബിൻ്റെ ആൺമക്കളും പെൺമക്കളും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ, മക്കളുടെ വീട്ടിൽ എന്ത് ചെയ്യും? കൂടും. ഇന്നത്തെ കാലത്തില്ലാത്തൊരു കാര്യമാണ് അത്. ഇന്നത്തെ കാലത്തില്ലാത്തൊരു കാര്യമാണ്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടും, അവർ വിരുന്ന് കഴിക്കും. അത് ഒരു ദിവസമല്ല, ആ വിരുന്ന് വട്ടം തീർന്നു കഴിയുമ്പം ഇയ്യോബ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കാരണം അവരൊന്നിച്ചു കൂടി തമാശയും കളിയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അവർ പാപം ചെയ്തു പോയെങ്കിൽ എന്നോർത്ത് എന്ത് ചെയ്യുകയാണ്? ഇയ്യോബ് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെയും പാറ്റാൻ പിശാച് കൽപ്പന ചോദിക്കും. അതിൻ്റെ തന്ത്രം നമ്മൾ അറിയാതെ പോകരുത്. സ്തോത്രം. പിശാചിൻ്റെ പണിയാണ് നമ്മളെ വിശ്വാസത്തിൽ നിർത്താതിരിക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്തത് വായിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാമത്തെ വാക്യം.
പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ശാസ്ത്രാബ്ദത്തിലേക്ക് കടക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം എന്ത് ചെയ്യും? ധരിക്കും. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയപ്പോൾ ഏഞ്ചൽ ഓഫ് ലൈറ്റ് എന്നാണ്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലയോ? സാത്താൻ താനും വെളിച്ചദൂതൻ്റെ എന്ന് വെച്ചാൽ നല്ല ആളാന്ന് പറഞ്ഞ് നല്ല ദൂതൻ്റെ വേഷം അവൻ എന്ത് ചെയ്യും? കെട്ടും. അവനറിയാം എങ്ങനെ ഇടപെടേണ്ടതെന്ന്. ചിലർ നല്ല മനുഷ്യരുടെ രൂപത്തിൽ ഇടപെടും, പക്ഷേ ആ ഇടപെടലിനകത്ത് ചിലപ്പോൾ വഞ്ചന കാണും. അത് നമ്മൾ ശ്രദ്ധിച്ചോണം, നമുക്കറിയാൻ പറ്റത്തില്ല. ആ ഇടപെടലിനകത്ത് വഞ്ചന കാണും. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം എല്ലാം നമ്മൾ വിശ്വസിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭിന്നത ഉണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ പണിയാണ്. കേൾക്കുമ്പോൾ തോന്നും എല്ലാം നല്ലതാണെന്ന് തോന്നും. ഈ സർപ്പം ഹവ്വായോട് എങ്ങനെ ചോദിച്ചത്? ഉപായത്താൽ. എങ്ങനെ ചോദിച്ചാൽ? വാസ്തവമായി തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം മനസ്സിലായില്ലേ? ഈ സർപ്പം ഉപായത്താൽ ചെയ്യുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, സർപ്പം ഉപായത്താൽ ചെയ്യുന്ന പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഉപായത്താൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഉപായത്താൽ പ്രവർത്തിക്കും. അപ്പോൾ എങ്ങനെ സാത്താൻ ചോദിച്ചു? വലിയ ഗൗരവത്തിലൊന്നുമല്ല, നല്ല വർത്തമാനമാണ്. എന്ത് നൈസ് ഇടപെടല സാത്താൻ ചെയ്തതെന്നറിയാമോ? ഉപായത്താൽ. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞ എന്തുവാ? തിന്നുക മാത്രമല്ല, അവൾ ഇച്ചിരൂടെ കൂട്ടി പറഞ്ഞു, തൊടുക പോലും എന്ത് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. തൊടരുതെന്ന് പറഞ്ഞില്ല. ഈ തൊടരുതെന്ന് പറഞ്ഞത് എന്താ? അവളുടെ കയ്യിൽ നിന്നിട്ടതാണ്. അപ്പം അന്നേരമുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. ഈ വചനത്തിന് വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലുണ്ടാകത്തില്ല. കാരണം അപ്പോൾ അവൾ കൂട്ടിപ്പറഞ്ഞപ്പോൾ പാപമാണ് ചെയ്യുന്നത്. അന്നേരം, സ്തോത്രം, അവൾ വഞ്ചിക്കപ്പെടാനിടയായി തീർന്നു. വളരെ ശ്രദ്ധിക്കണം, ഒത്തിരി തന്ത്രങ്ങളാണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. ഹല്ലേലൂയ. നന്നായിട്ട് ഇടപെടും. ഈയിടെ എൻ്റെ അടുക്കെ കുറേ സ്ത്രീകൾ വന്നു. ഒരു ബാങ്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി സമ്പാദിക്കേണ്ട കാര്യമില്ല, പ്രായം ഇത്രയായി. അപ്പോൾ അതിനകത്തൊരു സ്ത്രീ പറയുക, അതിന് അച്ഛനെ കണ്ടാൽ പ്രായം തോന്നുകയില്ലല്ലോ. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു ഊർജം വരും. അത്രയും ഒരു പറഞ്ഞല്ലോ. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ചില ആളുകൾ അങ്ങനെ പറയും. അപ്പോൾ അവൻ്റെ തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. ചില പാസ്റ്റർമാർ ദൈവകൃപയില്ലേലും ഒരു മനുഷ്യനോട് സ്നേഹമില്ലേലും നന്നായിട്ട് ഇടപെടുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ, ഇടപെടുന്ന ആളുകൾക്ക് നിൽക്കുന്ന മരം ഒരു ചായക്കും നമ്മുടെ പോക്കറ്റിലുള്ളത് അവർ മേടിച്ചെടുക്കുകയും ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണ്. നമ്മുടെ പോക്കറ്റിലുള്ളത് അവർ മേടിച്ചെടുക്കുകയും ചെയ്യും, നിൽക്കുന്ന മരം ചായക്കുകയും ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണ്. എന്തൊരു കൃപയോടുകൂടിയാണെന്നറിയാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി കേട്ടോ. ഹല്ലേലൂയ. അല്ലാത്തതൊന്നും ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പം വെളിച്ചദൂതൻ്റെ വേഷം അവൻ എന്ത് ചെയ്യും? ധരിക്കും. അവൻ്റെ പരിപാടിയിലൊന്നാണ്. പിന്നെ 1 യോഹന്നാൻ 3:8 പാപം ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കും. 1 യോഹന്നാൻ 3:8. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അപ്പം പാപം ചെയ്യാൻ അവൻ എന്ത് ചെയ്യും? മനുഷ്യനെ പ്രേരിപ്പിക്കും. പാപം ചെയ്യുന്ന പാപത്തിനൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എല്ലാ പാപത്തിനും സന്തോഷമുണ്ട്. കള്ളു കുടിക്കാൻ പോകുന്നവർ കള്ളു കുടിക്കുന്നത് എന്തിനാ? അയ്യോ, അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. ഇവിടുന്ന് പണ്ടേ കാലത്ത് തെക്കോട്ട് യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം കോട്ടയം കഴിഞ്ഞ് കഴിയുമ്പോൾ കരിമ്പുകാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഷാപ്പുണ്ട്. ഇപ്പോൾ ഷാപ്പിനകത്ത് കള്ളില്ലെന്നുള്ളതേ ഉള്ളൂ. അവിടെ കരിമീൻ വറുത്തതും അതുപോലുള്ള സാധനം കിട്ടും.
അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകൾ കുടിക്കാത്ത ആളുകളാണെങ്കിൽ പോലും കരിമ്പുംകാലം അവർക്കറിയാം. കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയ്ക്കാണ്, നാഗമ്പടം അവിടെ കഴിഞ്ഞ അതിനിടയ്ക്കാണ്. അപ്പം ഇവിടുന്ന് കുടിക്കാത്ത ആളുകളാണെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാമോ? അവരെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ചില കല്യാണങ്ങൾ, ഞാൻ വർഗത്തിൻ്റെ ഒന്നും എടുത്തു പറയുന്നില്ല, അവർക്ക് കല്യാണത്തിന് കള്ള് കുടിച്ചില്ലെങ്കിൽ ഒരു രസമില്ല. കുടിക്കാത്ത കൊച്ചു പിള്ളേരെ കൂടെ എന്ത് ചെയ്യും? അവർ കുടിപ്പിക്കും. കാരണം കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ ആ ദിവസങ്ങളിൽ അവരെ പെൺപിള്ളേരും കുടിക്കും, ആൺപിള്ളേരും കുടിക്കും. അപ്പോൾ അത് എന്നാന്ന് ചോദിച്ചാൽ പിശാച് അവരിലങ്ങ് പാപം ചെയ്യുന്ന മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയെന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിന് യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി അത് വീര്യമുള്ളതായിരുന്നെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സാത്താൻ പറയിപ്പിക്കും. നമ്മളോട് എത്ര സാത്താന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം കാനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് വീര്യമുള്ളതായിരുന്നു, അപ്പോൾ കർത്താവ് കുടിക്കാൻ പ്രേരിപ്പിച്ചില്ലേ എന്ന് പറയുന്നത് ഉന്നതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? പാപം ചെയ്യാൻ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആരോടാ പറഞ്ഞേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും. ഇന്ന് ഞാനൊരു പള്ളിയിൽ എടുക്കുകയെന്ന് പറഞ്ഞു, ദൈവം ഇവിടെ അല്ല വസിക്കുന്നത്, നമ്മളിലാണ് വസിക്കുന്നതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മന്ദിരം നമ്മളാണ്, നമ്മളിലാണ് ദൈവം വസിക്കുന്നത്. നമ്മളിൽ ദൈവം വസിക്കണമെങ്കിൽ ആലയം എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. ആലയം വിശുദ്ധമാണെങ്കിലേ ദൈവം വസിക്കത്തുള്ളൂ. തിരുവചനം പറയുക കോരിന്ഥ ലേഖനത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, തന്നെത്താൻ ഇടിച്ചു പോലും ഈ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ കുടുംബജീവിതമാണെങ്കിൽ ഭർത്താക്കന്മാരും ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അത് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ കാര്യമാണ്. കൊച്ചു പിള്ളേർ പോലും, ഇന്നെൻ്റെ കൊച്ചു മോൻ പറഞ്ഞു, മമ്മിയെ പിടിച്ചു ജോലിക്ക് പറഞ്ഞു വിടാൻ. കാരണം അമ്മയും മോനും കൂടെ കുറച്ച് നേരം ഇരുന്നേ ഉള്ളൂ. എന്നോട് വന്ന് പറഞ്ഞു, അമ്മയെ ജോലിക്ക് പറഞ്ഞു വിട്ടേക്കാൻ. അപ്പോൾ ഇത് കുടുംബമാണ്, എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അതിനെന്ത് ചെയ്യണ്ട? തന്നെത്താൻ ഇടിക്കണ്ടെന്ന്. ഈ പഴയ പെണ്ണുങ്ങൾ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഇടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പഴയ പെണ്ണുങ്ങൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തന്നെത്താൻ, എന്തോരം പേര് തന്നെത്താൻ ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ഇടിക്കുന്നത്? ചങ്കെന്ന് പറഞ്ഞാൽ തമിഴൻ പറയുന്ന പോലെ ഇത് കൂമ്പെലുമ്പ് വർമ്മം എന്നാണ് പറയുന്നത്, കൂമ്പെലുമ്പ് വർമ്മം. അപ്പോൾ ഇവിടെ ഇടിക്കുന്നത് അതൊരു മർമ്മസ്ഥാനമാണ്. അവിടുത്തെ 4 പ്രാവശ്യം ഇടിക്കാമെങ്കിലുണ്ടല്ലോ പിന്നെ ചുമയ്ക്കും. അപ്പോൾ തന്നെത്താൻ ഇടിച്ചു പോലും നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഇനിയും പട്ടിണി കിടന്ന് നമ്മുടെ ശരീരത്തെ, ഉപവാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചിലർ സൗന്ദര്യപ്പിണക്കം നിമിത്തം പട്ടിണി കിടക്കും. ആഹാരം വേണ്ടാഞ്ഞിട്ടല്ല, പട്ടിണി, പക. ആ പട്ടിണി കിടക്കുന്ന ശരീരത്തെ നശിപ്പിക്കുന്നതും എന്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഉപവാസം എടുക്കാൻ പ്രേരണയുണ്ടെങ്കിൽ ഉപവാസം എടുത്താൽ മതി. നിർബന്ധിച്ച് ആരെയും ഉപവാസം എടുപ്പിക്കരുത്. നിർബന്ധിച്ച് ഉപവാസം എടുപ്പിച്ചാൽ അതും പാപമാണ്. അവൻ്റെ ശാപവും നമ്മൾ തലയിലോട്ട് വഹിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല ഒരു കാരണവശാലും. ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. ഈ ഏദൻ തോട്ടത്തിലാക്കിയപ്പോഴേ ഈ മനുഷ്യനോട് പറഞ്ഞ് തോട്ടത്തിൽ വേല ചെയ്യാനും തോട്ടം കാപ്പാനുമാണ് ദൈവം ആക്കിയത്. തോട്ടത്തിൽ വേല ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ? ആ വൃക്ഷങ്ങളുടെ വള്ളിത്തല മുറിക്കേണ്ടത് വള്ളിത്തല മുറിക്കണം, പുല്ല് കയറിയാൽ അത് ചെത്തിക്കളയണം, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ ദൈവം തമ്പുരാൻ അങ്ങ് കൽപ്പിച്ചാൽ പോരെ, ഒരു പുല്ല് ഇനി മുളയ്ക്കണ്ട, ഒരു വള്ളിത്തല അധികം വളരണ്ട, എല്ലാം കിടന്ന പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? കർത്താവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ യൂട്യൂബിലൊരു കാര്യം കണ്ടു. അവർ പറയുന്നത് എനിക്കറിയത്തില്ല, ശാസ്ത്രജ്ഞന്മാർ പറയുക പ്രകാശത്തിനേക്കാൾ വേഗത്തിലാണ് ഈ സ്പേസ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ശരിയാണെന്നാ മോനെ, എഞ്ചിനീയറല്ലേ? സ്പേസ്, ഈ പ്രപഞ്ചം പ്രകാശത്തിൻ്റെ വേഗതയല്ല വേഗതയെന്ന്.
ഞാൻ അന്തം വിട്ടുപോയി. ഞാനത് ഷെയർ ചെയ്തു. പ്രകാശത്തിൻ്റെ വേഗതയല്ല വേഗത, അതിനേക്കാളിലും വേഗതയിൽ ഈ പ്രപഞ്ചം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വർദ്ധിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും വന്ന് എന്ത് ചെയ്യും, ചേർക്കും. ഇത് പ്രപഞ്ചം അതുപോലെ വർദ്ധിക്കുവാന്ന്, അതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ ഒരു 3 നക്ഷത്രം ഇങ്ങനെ നേരെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതിനെക്കുറിച്ച് പറഞ്ഞ അളവൊക്കെ ഇന്ന് ഞാനൊന്ന് വായിച്ചു. നമ്മുടെ കണക്കിപ്പെടുത്ത ആളുകൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരവും ഈ 2 നക്ഷത്രങ്ങളിൽ നിന്നുള്ള നമ്മുടെ ചിന്തയെ പോലും എത്തുന്ന ദൂരമല്ല, അത് കൂടുതലാണ്. അപ്പോൾ ആ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. സ്തോത്രം. ആ ദൈവമാണ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. ഈ പ്രപഞ്ചത്തെ നമുക്കൊന്നിനെ നശിപ്പിക്കാൻ അവകാശമില്ല. സ്തോത്രം. ഈ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ആരാന്നറിയാമോ? പിശാചാ. നിങ്ങൾ വളരെ മനസ്സിലാക്കണം. പിശാച് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ എടുക്കുന്നത് പിശാചാ. കാരണം അവനുള്ള ഏത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്തോത്രം, അവൻ ചെയ്യിക്കേണ്ട പോലെ ചെയ്യാൻ അറിയാം. അവൻ ഈയിടെ ആരായിരുന്നു, ഒരു ബാങ്ക് ജീവനക്കാരനത് ഏതോ ഞാൻ വായിച്ചു, അദ്ദേഹം ഞരമ്പ് മുറിച്ചിട്ട് കയത്തിലോട്ട് ചാടി. എന്ന് വെച്ചാൽ ഇനി ഞരമ്പ് മുറിച്ച് ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കയത്തിലോട്ട് ചാടി. അപ്പം മരണമെന്ന് ഇതെല്ലാം ആരാ പ്രേരിപ്പിക്കുന്നത് അറിയാമോ? പിശാച് പ്രേരിപ്പിക്കുക. തൂങ്ങിച്ചാകാൻ ആരാ പ്രേരിപ്പിക്കുന്നത്? അവൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായിട്ട് പിശാച് പറയടാ, നീ ഇങ്ങനെ ഇരുന്ന് നിനക്കൊരു വിലയില്ലടാ, നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും നിന്നെ ഒരു വിലവില്ല, നീ ഇങ്ങനെ ജീവിച്ചിട്ട് എന്നാ കാര്യം? ഇതിങ്ങനെ ചെവിയിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് അവനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. നിത്യനാശത്തിലേക്ക്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധിക്കണം. ഭയങ്കര പരിതാപകരമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പിന്നെ അവന് കര കയറാനുള്ളൊരു വഴിയില്ല. ഈ കര കയറാനുള്ള വഴിയില്ല. നിത്യനാശം, നിത്യയാതന, അതിന് അവസാനമില്ല. കാരണം കർത്താവ് പറഞ്ഞ എന്നാ, നിത്യദണ്ഡനം അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ എന്നാ, അതിന് എറ്റേണലായ നിത്യമായ ദണ്ഡനമാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഈ പണ്ട് ശ്രീലങ്കയിൽ ആളുകൾ യുദ്ധം ഉണ്ടാകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ സമാധാന സേന പിടിക്കുമ്പോൾ, LTTക്കാരെ പിടിക്കുമ്പോഴത്തേക്ക് അവർ സൈനൈഡ് ഗുളിക കഴിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ പട്ടാളം അവരെ പിടിക്കുമ്പോഴത്തേക്ക് അവരെ കൊല്ലാക്കൊല്ല ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് വേലിപ്പള്ളി പ്രഭാകരനോ അയാളുടെ അനുയായികൾ സൈനൈഡ് കഴിക്കും. ഞാൻ അന്നേരം ഉപദേശിച്ചാണ്. ഞാൻ അന്നേരം ചിന്തിച്ചു, ദൈവമേ, ഇന്ത്യൻ സേനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, സൈനൈഡ് കഴിക്കുന്നത്. പക്ഷേ അവൻ ആ സൈനൈഡ് കഴിച്ചിട്ട് നിത്യയാതനയിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ സേനയുടെ കയ്യിൽ കിട്ടിയാൽ കുറേ നാൾ കഴിഞ്ഞാൽ അവർ വിടുകയും ചെയ്യും. ചിലപ്പോൾ 2 പൊട്ടിയിലൊക്കെ കൊടുത്താലും അതിജീവിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് ആര് രക്ഷപ്പെടും? ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനമാണ്, സ്തോത്രം, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. ആത്മഹത്യ ചെയ്യുന്നവർക്ക് പിന്നെ രക്ഷയില്ല. കാരണം നിത്യദണ്ഡനം. ഹല്ലേലൂയ. ഒരുത്തൻ കഴുത്തെ കുരുക്കിട്ട് വെച്ചെടുത്ത് ചാടിക്കഴിയുമ്പോൾ ചാടുന്ന ആ മൊമെൻറ്റിൽ അവന് തോന്നും, ദൈവമേ, ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിലെന്ന്. ചില ആളുകൾ വയറും ഇതുമൊക്കെ വലിച്ച് മാന്തി കീറും. കാരണം ഇത് വെച്ച് കീറും. അന്നേരം ചിലപ്പോൾ തോന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. പക്ഷേ ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ ചാടിക്കുന്നിടം വരെ പിശാച് നിൽക്കുകയുള്ളൂ. പിന്നെ അവൻ്റെ പദ്ധതി എന്ത് ചെയ്തു? അവൻ്റെ പദ്ധതി വിജയിച്ചു. അപ്പോൾ പിശാചിൻ്റെ തന്ത്രമാണ് മനുഷ്യരെ നശിപ്പിക്കുക. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അത്ഭുതങ്ങളാൽ മറ്റുള്ളവരെ എന്ത് ചെയ്യും? വശീകരിക്കും, വ്യാജ രീതിയിൽ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണേ. വ്യാജ രീതിയിൽ, വ്യാജ അത്ഭുതവും വ്യാജ അടയാളവും കാണിച്ച് മനുഷ്യരെ വശീകരിക്കുന്നൊരു പരിപാടി. ഇപ്പോൾ ചില മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഭയങ്കര അത്ഭുതം നടക്കുക എന്നാണ് പറയുന്നത്. ഏതാണ്ടൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ അത്ഭുതം നടക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ട്, അത്ഭുതം ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. വ്യാജ ആത്മാവിൻ്റെ അത്ഭുതം, വ്യാജ ആത്മാവിൻ്റെ ഇടപാട്.
വിശുദ്ധ മറിയ, നമ്മൾ ആരും മറിയക്കെതിരല്ല. മറിയ ഒരിക്കലും പറഞ്ഞിട്ടില്ല മറിയ ഒരു അത്ഭുതം കാണിക്കാമെന്ന്. ഞാൻ പറയട്ടെ, മറിയ ഒരത്ഭുതവും മറിയ ചെയ്തിട്ടില്ല. മറിയ ചെയ്ത ഒരു കാര്യം എന്നാ, വീഞ്ഞു തിരുന്ന വീട്ടിൽ ഇവൻ ദൈവപുത്രനാണെന്ന് മറിയയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അവൻ അവളോട് പറഞ്ഞു അവനെ ഒന്ന് സഹായിക്കണം അവരെ. ഉടൻ തന്നെ കർത്താവ് ചോദിച്ചു, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? അപ്പോൾ ഈ മറിയയുടെ ഈ വീട്ടിലെ ആളുകൾ അവരോട് മറിയ പറഞ്ഞ, അവൻ വല്ലതും നിങ്ങളോട് കൽപ്പിച്ചാൽ, അവൻ വല്ലതും കൽപ്പിച്ചാൽ, സ്തോത്രം, എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും മറിയയുടെ സ്വന്തം വീടായിരുന്നെന്നാണ് പറയുന്നത്. ആങ്ങളമാരുടെ അതുപോലത്തെ ഒരു വീടായിരുന്നു, ഏറ്റവും അടുത്ത വീടാണ് അത്. മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് എന്ത് ചെയ്തായിരുന്നു? വിളിച്ചായിരുന്നു. അപ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിക്കണമെങ്കിൽ മറിയയുടെ ആങ്ങളയുടെ, വേദപുസ്തകത്തിൽ അങ്ങനെ ആങ്ങളെന്നില്ല കേട്ടോ, ഇനി ഞാൻ കൂട്ടി പറഞ്ഞല്ല, ആളുകൾ പറയുന്ന പഠിച്ചിട്ട് യേശുവിൻ്റെ മറിയയുടെ വീട്, മറിയയുടെ ആങ്ങളയുടെ വീടാണെന്ന് വിചാരിച്ചു. മറിയയ്ക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലെങ്കിൽ അവിടുത്തെ കലവറ വീഞ്ഞു തീർന്നെന്ന് അറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞപ്പം ആനിമയുടെ അപ്പൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇടയ്ക്ക് വന്ന് അവരുണ്ണുന്നതിന് മുമ്പ് കലവറ വന്ന് നമ്മുടെ ഒന്ന് നോക്കി. ഭയങ്കര ആളായിരുന്നു ബ്ലെസ്സിയുടെ കല്യാണത്തിന്. അപ്പം അവർ വന്ന് നോക്കി. എന്നാണെന്നറിയാമോ? അവിടെ അപ്പൻ്റെ പെങ്ങളാണ്. കലവറ വന്ന് നോക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ബന്ധം, അതുപോലെ അടുത്ത ബന്ധം. അതുകൊണ്ടല്ലേ അനന്തരവനെ മാത്രം വിളിച്ചാൽ പോരാ, അവൻ്റെ ശിഷ്യന്മാരെ കൂടെ വിളിക്കണമെങ്കിൽ അത്രയും സ്വാധീനമുണ്ട്. അപ്പോൾ ആ ബന്ധമുള്ള വീട്ടിൽ മറിയല്ലാതെ ഒരത്ഭുതം ചെയ്തില്ല. മറിയ മരിച്ചു കഴിഞ്ഞും ഒരത്ഭുതം ചെയ്തതായിട്ട് വേദപുസ്തകത്തിലില്ല. ഇന്ന് കത്തോലിക്ക സഭ ബഹുമാന്യനായ പോപ്പ് അനേകർ അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞ് വാഴിക്കാറുണ്ട്. ഓരോ അത്ഭുതം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് വ്യാജശക്തിയാണ്, വ്യാജ വ്യാപാരമാണ്. കാരണം അങ്ങനെ ഒരു പദ്ധതി കർത്താവിനില്ല. യേശുവിൻ്റെ രക്തത്താലും യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ മോചനമില്ല. പിന്നെ അത്ഭുതം ചിലപ്പോൾ നടന്നെന്ന് വരും. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വായിച്ചേ, 2 തെസ്സലോനിക്കർ 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി കൊണ്ട് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, വ്യാജമായ സകല ശക്തി, എല്ലാരും ശ്രദ്ധിക്കണേ, വ്യാജമായ സകല ശക്തി, അടയാളങ്ങളോടും, അടയാളങ്ങളുണ്ട്. അടയാളങ്ങളല്ല ദൈവകൃപ, സ്വർഗത്തിൽ പോകുന്ന അടയാളമല്ല. വ്യാജമായ ശക്തി, വ്യാജമായ വ്യാപാരം, വ്യാജമായ അടയാളങ്ങളുണ്ടെന്നേ, അത്ഭുതങ്ങളോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ചില ആളുകൾ പറയാറുണ്ട്, മക്കളില്ലാത്തവർ ഇന്ന ദിവസം ഇത്ര അടുത്ത പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മക്കളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചിലർക്കൊക്കെ ഉണ്ടാകും, വ്യാപാര്യ ശക്തിയുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവർ, അതുകൊണ്ടാണ് പ്രാഗൽഭ്യത്തോടെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ എല്ലാവർക്കും തലമുറ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. താമസിച്ചാലും അത് നടക്കും, നിശ്ചയമാണ്. അതിനുവേണ്ടി ഒരു ആഗ്രഹം, അതിനുവേണ്ടി ഒരു വാഞ്ച, അതിനുവേണ്ടി ഒരു വിശുദ്ധിയോടും വേർപാടോടും ഒരാകാംക്ഷയോടുമുള്ള ആ ഒരു ജീവിതം നമ്മൾ ചെയ്യണം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യം ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ റാഹേലാന്നോ യാക്കോബിനോട് പറയാ, മക്കളുടെ കാര്യം പറയാ. അപ്പോൾ യാക്കോബ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ തരാത്ത ദൈവമാണ് എന്ത് ചെയ്യുന്നത്? മക്കളെ തരുന്നത്. സ്തോത്രം. മക്കളെ യഹോവ നൽകുന്ന ദാനവും ഉദരബല. ഇനി മക്കളുള്ളവരാരും പൊങ്ങിച്ചാറിൻ്റെ കാര്യമില്ല, അത് ദാനമാണ്. അറിയിക്കപ്പെടാത്തടത്ത് ദൈവം ദാനമായിട്ട് തന്നതാ, അല്ലാതെ നിങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല. മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരബലം അവൻ തരുന്ന പ്രതിഫലമാണ്. നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം, വ്യാജമായ വ്യാപാര ശക്തി. അവിടെ അടയാളം നടക്കുന്നുണ്ട്, ഇവിടെ അടയാളം നടക്കുന്നുണ്ട്, ഇവിടെ അത്ഭുതം നടക്കുന്നുണ്ട്, അവരെന്നെ പ്രാർത്ഥിച്ചു തന്നാൽ അത് നടക്കും എന്ന് പറഞ്ഞുള്ള വ്യാജശക്തി, വ്യാജ വ്യാപാരം. ഈ പോകുന്നിടത്ത് നിത്യതയിൽ പോകുന്ന കാര്യമല്ലോ അവിടെ പറയുന്നുണ്ടോ? സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ലോ പറയുന്നുണ്ടോ? കാരണം സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയുന്ന പിശാചിന് ഇഷ്ടമല്ല. നിന്റെ മക്കളുടെ കല്യാണം നടക്കും, വീട് ഉണ്ടാകും, ജോലിക്ക് പോകും, ഇങ്ങനെ പറയുന്ന അടയാളങ്ങൾ, സ്തോത്രം, വ്യാജ വ്യാപാരം. ഹല്ലേലൂയ. അത്ഭുതമുണ്ട്, ദൈവത്താൽ അത്ഭുതമുണ്ട്. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കണേ. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞേ? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല വഞ്ചനയോടും. അനീതിയുടെ സകല വഞ്ചന, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ഈ പല വിദ്യയുണ്ട്. ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചായിരുന്നു, സായിബാബ എന്ന് പറയുന്ന ആന്ധ്രയിലൊരു പുള്ളി ഉണ്ടായിരുന്നു. അത് ഭയങ്കര കോടീശ്വരനാണ്, ഭയങ്കര സായിബാബ. അവരുടെ അമ്പലവും കാര്യവും ഒക്കെ ഉണ്ട്. ഞാൻ വായിച്ചത് ശരിയാണെന്ന് അവരെഴുതിയത് ശരിയാണെന്ന് അറിയത്തില്ല. നെഹ്റു വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹം നെഹ്റുവിൻ്റെ അടുക്ക ചെന്നു അടയാളം കാണിക്കാൻ വേണ്ടി, ഇങ്ങനെ ഭസ്മമൊക്കെ എഴുതി ചെയ്യാൻ വേണ്ടി ചെന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നെഹ്റുവിൻ്റെ അടുക്ക പുള്ളി ഒരു വിദ്യ കാണിച്ചു. ഒന്നുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയൊരു HMTയുടെ വാച്ചൊരെണ്ണം, ഒന്നുമില്ലായിരുന്നു. അപ്പം നെഹ്റുവിന് വിദ്യാഭ്യാസം ഉള്ളവനെ, നെഹ്റുവിന് ദൈവവിശ്വാസം ഉള്ളവനല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, പുള്ളിക്ക് അതൊന്നും വിശ്വാസമില്ല. അപ്പം ആ മനുഷ്യൻ അടയാളം കാണിച്ചു, ഒരു HMTയുടെ വാച്ചാണ്. അപ്പം പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞേ, HMT എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ വാച്ചാണ്. അപ്പം ഈ HMTയുടെ വാച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടാക്കുന്ന വാച്ചാണ്. അപ്പോൾ സായിബാബയോട് ചോദിച്ചു, സ്വർഗത്തിൽ നിന്ന് വന്നാണെങ്കിൽ ആ വാച്ചല്ലേ ഉണ്ടാക്കേണ്ടതെന്ന്. ഹിന്ദുസ്ഥാൻ്റെ വാച്ച്, അങ്ങനെ ഒരു വാച്ച് ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അത്ഭുതം അടയാളം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മുടെ ആളുകളും ചില കൺകെട്ട് വിദ്യകളൊക്കെ നടന്നത്, ഇതെല്ലാം തട്ടിപ്പാ. ഹല്ലേലൂയ. തട്ടിപ്പാ കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു കൈയടക്കത്തിൻ്റെ പരിപാടിയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വ്യാജമായ വ്യാപാരം, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഇവിടെ എന്തുണ്ടെങ്കിലും, ഹല്ലേലൂയ, നമ്മൾ ഇവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകണം. നിങ്ങൾക്ക്, ഞാൻ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ആളാണ്. ഞാൻ അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം മൂടാൻ പറയും. ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യണം? കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും അവരെ കൊണ്ട് മുഖം മൂടിച്ചു ആ അമ്മച്ചിയുടെ. ഉത്തരവാദിത്തപ്പെട്ടവർ മൂടാൻ പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഉള്ളതിൻ്റെ അർത്ഥം എന്നാ? ഇതുവരെ കണ്ടത് കണ്ടു, മതി, ഇനി എന്ത് ചെയ്യണ്ട. എടാ, മുഖം മൂടാതെ പെട്ടി അടച്ചാൽ എന്നാ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആ ഒരു സിസ്റ്റം വരിക. മുഖം മൂടാതെ പെട്ടി അടച്ചു കഴിഞ്ഞാൽ എന്നാ കുഴപ്പം? മുഖം മൂടിയാലെന്നാ മൂടിയില്ലെന്നാ. അതിനേക്കാൾ രസം കാലയിലും കയ്യിലും കെട്ടഴിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര എന്തോ ഒരു സമയം അതിനു വേണ്ടി അഴിക്കുന്നത്. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടി വെച്ചേക്കുന്ന, അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പം പോകുകയല്ല. ഈ ശവക്കുഴിയൊക്കെ ഒന്ന് കാണണം, അസ്ഥിയൊക്കെ അതിലേ ഇതിലും തെറിച്ചാണ് കിടക്കുന്നത്. ഇത് പോയി കഴിയുമ്പം 150 ദിവസം കഴിയുമ്പോഴത്തേക്ക് സകല ബന്ധവും വിടും. അസ്ഥികളും എല്ലാം തമ്മിലുള്ള കണക്ഷനും വിടും. എല്ലാം ദ്രവിച്ച് എല്ലാം പോയി. എല്ലാം ആദ്യം ദ്രവിക്കുന്നത് മൂക്കാട്ടോ. മൂക്ക് മുതലാണ് ദ്രവിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളെ പേടിപ്പിക്കുകയല്ല, കാരണം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ഈ നിത്യതയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ ആളുകൾ? ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും വലുത്, ഇപ്പം ഞാൻ മരിക്കുന്ന സമയത്താണേലും പിള്ളേരിവിടെ ഉണ്ടെങ്കിൽ സാങ്കുട്ടനോടും സജനോടും അവരോടൊക്കെ പറയും, മക്കൾ വന്നിട്ട് എന്ത് ചെയ്യാം, അപ്പൻ്റെ മുഖം മൂടാൻ പറയും. അത്രേ ഉള്ളൂ. അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഈ രാത്രി പേടിക്കുമെന്നും വേണ്ട, ഞാനത് ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്ന. വേദനയില്ലാതെ മരിക്കണമെന്നാണ് ആഗ്രഹം. അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത്രേ ഉള്ളൂ. അതാണ്. അല്ലാതെ ഇവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ ഇട്ടേച്ച് പോകത്തുള്ളൂ. ദൈവകൃപയെ ഞാൻ ഇത്രയൊക്കെ പണിതു. പിള്ളേരോട് പറയുക, എന്നെ ഒരു മാസം ഒരു മൊബൈൽ മോർച്ചറി വെച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ വെച്ചേക്കാം, പപ്പയുടെ ഭൂതി മനസ്സിലിരിക്കട്ടെ എന്ന് പറയും. ഇവിടെ ഒരു കല്ലറ പണിതിട്ടത് പൊളിക്കാൻ എന്തൊരു ബഹളമായിരുന്നു അവർ. അപ്പം അതൊന്നും നടക്കത്തില്ല.
ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. അതുകൊണ്ട് നിത്യതയാണ് ഏറ്റവും വലുത്. സ്തോത്രം. അടുത്തത് 2 കൊരിന്ത്യർ 2:1. സാത്താൻ നമ്മളെ തന്ത്രങ്ങളാൽ തോൽപ്പിക്കും. തന്ത്രം എങ്ങനെ പയറ്റേണ്ടെന്നുള്ള കാര്യം അവനറിയാം. സ്തോത്രം. 2 കൊരിന്ത്യർ 2:15. പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. തന്ത്രം ഇപ്പോഴത്തെ കാര്യം എന്നാ പറയുന്നത്, അതിന് നമ്പർ എന്ന്. ഇപ്പോൾ തന്ത്രം എന്നല്ല പറയുന്നത്, ഞാനൊരു നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ നമ്പറുകളെല്ലാം തന്ത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ വളരെ മനസ്സിലാക്കണം, ഏത് നമ്പറുകളാണെങ്കിലും അത് തന്ത്രമാണ്. സ്തോത്രം. പിശാച് തന്ത്രങ്ങളാൽ നമ്മളെ തോൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 5:3 കാര്യം, അനന്യാസിൻ്റെ കാര്യത്തിൽ ദൈവത്തിനായി സമർപ്പിച്ചത് പിടിച്ചു വെക്കുവാൻ ഹൃദയത്തിൽ പ്രേരണ നൽകും. ദൈവത്തിനായിട്ട് സമർപ്പിച്ചത് പിടിച്ചു വെക്കാൻ അവൻ അനന്യാസും കുടുംബവും എന്ത് ചെയ്തതാണ്? വിറ്റ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. പക്ഷെ അത് പിടിച്ചു വെക്കാൻ അതങ്ങനെ എഴുതിക്കുന്നത്. അപ്പോൾ പത്രോസ് അന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ കണ്ടോ, ഇത് ശ്രദ്ധിക്കണേ. നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. സാത്താൻ. അപ്പൊ നിലത്തിന്റെ വിലയെ കുറച്ച് എടുത്തു വെപ്പാൻ ആരാ പ്രേരിപ്പിച്ചത്? സാത്താൻ. സാത്താൻ നിലത്തിന്റെ വിലയെ കുറെ എടുത്തു വെക്കാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ചിലത് നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെയൊന്നും വേണ്ടെന്നേ. സുവിശേഷ വിലയ്ക്ക് കൊടുക്കണ്ടെന്നേ, അല്ലെങ്കിൽ വേറൊരു കാര്യം, അങ്ങനെ ഒരു ചാരിറ്റി ഒന്നും ചെയ്യണ്ടെന്നേ. നമുക്കാരാ ചെയ്യുന്നത്? നമുക്കാരും ചെയ്യുന്നില്ലല്ലോ എന്നേ. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? സാത്താൻ കൈവശമാക്കും. സ്തോത്രം, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:23 ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തകിടം മറിക്കാൻ പിശാച് ശ്രമിക്കും. അത് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞേ. സ്തോത്രം. കർത്താവ് മത്തായി 16:23 കർത്താവ് ഇങ്ങനെ കഷ്ടവെക്കുമെന്നും മരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സാത്താൻ പത്രോസിന്റെ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. വേറെ ഒരു മനുഷ്യനെയും കർത്താവ് സാത്താനെ എന്ന് വിളിച്ചോ? പാത്രികീസ് പക്ഷക്കാർ കേട്ട നമ്മുടെ ഇടപാട് തീർക്കും. പത്രോസിനെ മാത്രമേ കർത്താവ് എന്ത് ചെയ്തുള്ളൂ? അവൻ സാത്താനെ എന്ന് വിളിച്ചുള്ളൂ. സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് വെച്ചാൽ ആ സമയത്ത് പിശാചാണ് എന്ത് ചെയ്യുന്നത്? പത്രോസിൽ കടന്നത്. കാരണം പിശാച് കടക്കാൻ കാരണം എന്നാന്നറിയോ? പത്രോസിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണ് ഏറ്റവും പ്രധാന ശിഷ്യൻ. അതുകൊണ്ട് ഇവൻ രാജ്യത്തൊക്കെ എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ രാജ്യം പിടിച്ചെടുത്താൽ ഞാനായിരിക്കും മെയിൻ മന്ത്രി. കാരണം ഈ റോമാ ഭരണത്തിൻ്റെ കീഴിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ യേശുവിന് എന്തും ചെയ്യാമെന്നുള്ള കാര്യം അവനറിയാം. അപ്പോൾ അവൻ്റെ ചിന്ത ഇവൻ ഈ രാജ്യത്വമൊക്കെ ഏറ്റെടുക്കും. ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പ്രധാന പുള്ളി ആരായിരിക്കും? ഞാനായിരിക്കും. പത്രോസ് യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരുമ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞോ ഒന്ന് വരാമെന്ന്? പത്രോസ് എല്ലാത്തിനും മുമ്പിൽ. ആ ഒരു കാര്യത്തിൽ പറഞ്ഞേ പറ്റുള്ളൂ. പത്രോസാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ. യോഹന്നാനോട് ഈ ആരാ താലത്ത് ഇത് നിന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചത് പത്രോസ് കണ്ണ് കാണിച്ചെന്നാണ് പറഞ്ഞത്. അത് വായിക്കുമ്പോൾ വളരെ രസമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം, പെട്ടെന്ന് സമയം പോകുന്നുണ്ട്, 13:27 വായിച്ചേ. ഹല്ലേലൂയ. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ഏതാ? സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ആരാണെന്ന് എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. 13:27 പുറകിൽ യേശുവിൻ്റെ ഒപ്പം ഇരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ യേശുവിൻ്റെ മാറത്ത് ചാരിയിരിക്കുന്ന ആരാന്നറിയാമോ? യോഹന്നാനാ. ഹല്ലേലൂയ. ഞാൻ ഇന്നും വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. യേശുവിൻ്റെ മാറിലേക്ക് യോഹന്നാൻ എന്ത് ചെയ്യുക? ചാരിയിരിക്കുക. അന്നേരം അതിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, പത്രോസ് കണ്ണ് കാണിച്ചു. ചോദിരടാ ആരാ ഒറ്റുന്നെന്ന്, ചോദിക്കടാ ആരാ ഒറ്റുന്നെന്ന് കണ്ണ് കാണിച്ചു. ഉടൻ തന്നെ അവിടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്, യോഹന്നാൻ യേശുവിൻ്റെ മാറിലേക്ക് എന്ത് ചെയ്തു? ചാഞ്ഞു. എന്തൊരു അനുഭവമാണെന്ന് ആലോചിച്ച് നോക്കി. യോഹന്നാൻ യേശുവിൻ്റെ മാറിലേക്ക് ആഞ്ഞു. ഞാനിവിടെ പ്രസംഗിച്ചാൽ നിങ്ങളാരും ഹല്ലേലൂയ പറയുകയല്ല.
അദ്ദേഹം പുറത്തുനിന്നൊരു പാസ്റ്റർ വന്ന് ഈ ഒരു വാക്യം പറഞ്ഞാൽ ആരാധന എത്ര നേരം ആരാധിക്കുമെന്നറിയാമോ? പുറത്തുനിന്നൊരു കൺവെൻഷൻ പ്രാസംഗ്യം വന്ന യേശുവിൻ്റെ മാറിലേക്ക് യോഹന്നാൻ ചാഞ്ഞു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്തൊരു അനുഭവം! നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കർത്താവിൻ്റെ മാറിലേക്ക് യോഹന്നാൻ എന്ത് ചെയ്തു? ചാഞ്ഞു. ചാഞ്ഞിട്ട് അവൻ സ്നേഹത്തോട് ചോദിച്ചു, ഗുരു ആരാന്ന്. ഉടൻ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പക്കണ്ണം മുക്കി. എന്ന് വെച്ചാൽ കറി വേണം കേട്ടോ. ഏത് കാര്യം മുക്കി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചാറുണ്ട്. ആ ചാറിനകത്ത് മുക്കി എന്ത് ചെയ്യും? അപ്പം ചോറുണ്ണാൻ വരുമ്പോഴേ എന്തെങ്കിലും ചാറുകറി വേണമെന്ന്, കെട്ടിയവന്മാരാരെങ്കിലും ചാറുകറി ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാൽ അതിനൊന്നും കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം ചാറുകറി വേണം. കർത്താവും ചാറ്റിലാണ് മുക്കിയത്. ബോവസ് അവളോട് എന്താ, രൂത്തിനോട് പറഞ്ഞത്, ഈ ചാറ്റിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ചിട്ടില്ലേ? മുക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പക്കണ്ണം മുക്കി എന്ത് ചെയ്യുക? കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ കൊടുക്കുന്നവനായിരിക്കും എന്നെ ഒറ്റക്ക് കൊടുക്കുന്നതെന്ന്. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ എന്ത് ചെയ്തു? കടന്നു. അപ്പക്കണ്ണം മുക്കിയ ഉടനെ തന്നെ എടുത്ത് കർത്താവിൻ്റെ പ്ലാൻ നടപ്പിലാക്കേണ്ടതിന്, തൻ്റെ പ്ലാൻ നടപ്പിലാക്കേണ്ടതിന് വേണ്ടി വ്യക്തികളിൽ സാത്താൻ കടക്കും. അത് നിങ്ങൾ വളരെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മളുമായിട്ട് അടുപ്പമുള്ളവർ, എപ്പോഴാണ് അവരിൽ സാത്താൻ കിടക്കുന്നത് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ നല്ല ആളുകളാണ്. സ്തോത്രം. ഈ അപ്പക്കണ്ണം കിട്ടിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ സ്തോത്രം, അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. അടുത്തത്, കർത്താവിൻ്റെ ശുശ്രൂഷയെ എതിർക്കുക. പരീശന്മാർ, അവൻ ഒരുത്തരെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാർ പറഞ്ഞ എന്നാ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവനെ പുറത്താക്കുന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശുശ്രൂഷയെ എതിർക്കുക. അവൻ പിശാച് ബാധിച്ചവരെയൊക്കെയും വിടുവിച്ചവനാ. സ്തോത്രം. അടുത്തത്, സാത്താൻ്റെ പണി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം കൊണ്ട് അത് വായിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തരായ ചില ദാസന്മാരെ പീഡിപ്പിക്കാൻ പരിപാടി അവനുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടത് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കാം. അപ്പൊ വിശ്വസ്തന്മാരെ, ഇപ്പൊ ഛത്തീസ്ഗഡിലും എവിടെയൊക്കെ നടക്കുന്നതിനാ, വിശ്വസ്തന്മാരെ തടവിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പിശാച് പ്രവർത്തിക്കും. ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ കർത്താവ് അഴിച്ചവനാ. പിശാചിൻ്റെ തലയെ കർത്താവ് തകർത്തവനാ. ഇനിയും പിശാചിന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ